കണ്ടിന്യൂ ചെയ്യാം. നമ്മളിപ്പോൾ ഫാൾട്ട് F1 എന്നാണ് കണ്ടുപിടിച്ചേക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ട്രാൻസ്ഫോമർ വരെ എത്തി. അതായത് നമ്മുടെ പ്രെമിസസിലിരിക്കുന്ന ട്രാൻസ്ഫോമർ വരെ എത്തി. ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി സൈഡിൽ ഫാൾട്ട് ഉണ്ടായാൽ എത്ര വരാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനും രണ്ട് തരം ഫാൾട്ട് കണ്ടുപിടിക്കും, സിമെട്രിക്കലും പീക്കും. ഓക്കെ, അപ്പോൾ ഇത് കുറച്ചുകൂടി സിമ്പിളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി കുറേ ഡാറ്റ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് വേണ്ടത്. അതായത് അവിടുത്തെ റെസിസ്റ്റൻസും അവിടുത്തെ റിയാക്റ്റൻസും കണ്ടുപിടിച്ചിട്ട് അവിടുത്തെ ഇമ്പിഡൻസിലേക്ക് നമ്മൾ എത്തണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഓൾറെഡി നേരത്തെ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. RK1 എന്ന് പറഞ്ഞാൽ മറ്റേ പ്രൈമറി സൈഡിലുള്ള റെസിസ്റ്റൻസ് നമുക്കറിയാം, ഷോർട്ട് സർക്യൂട്ട് റെസിസ്റ്റൻസ് അറിയാം, പ്രൈമറി സൈഡിലെ ഷോർട്ട് സർക്യൂട്ട് റിയാക്റ്റൻസ് അറിയാം. ഇനി ഇതിനെ ജസ്റ്റ് സെക്കൻഡറി സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അത് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് 1 ട്രാൻസ്ഫോമർ റേഷ്യോ സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതായത് ട്രാൻസ്ഫോമർ റേഷ്യോ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, 11 kV/433. അപ്പോൾ 11,000/433 ആണ് ട്രാൻസ്ഫോമർ റേഷ്യോ. സോ നമ്മൾ RK1 എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിരുന്നു 0.34741 ohms എന്നാണ് കണ്ടുപിടിച്ച് വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ട്രാൻസ്ഫോമർ റേഷ്യോ ഇൻവേഴ്സ് എടുത്തിട്ട് അതിൻ്റെ സ്ക്വയർ ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അതാണ് 433 സ്ക്വയർ. 11,000/433 സ്ക്വയർ ആയിരുന്നു. അത് ടോപ്പിലേക്ക് ന്യൂമറേറ്ററിലേക്ക് കയറിയതാണ് കാണുന്നത്. അതേപോലെ XK1 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് റിയാക്ഷൻസ്, ഷോർട്ട് സർക്യൂട്ട് റിയാക്ഷൻസ് അപ് ടു F1 നമ്മൾ 7235 ആണ്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ട്രാൻസ്ഫോമർ റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് അറ്റ് സെക്കൻഡറി സൈഡ്, ഷോർട്ട് സർക്യൂട്ട് റെസിസ്റ്റൻസ് അറ്റ് സെക്കൻഡറി സൈഡ് 0.00054 റിയാക്റ്റൻസ് 0.0112 ohms എന്ന് പറഞ്ഞ് കിട്ടി. ഇനി നമുക്ക് ഇമ്പിഡൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇമ്പിഡൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UKR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറയാം. പിന്നെ U²RT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി സൈഡിൽ അല്ലെങ്കിൽ സെക്കൻഡറി സൈഡിലുള്ള ഒന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ അവിടുത്തെ വോൾട്ടേജും പിന്നെ 100 അതിൻ്റെ ഫോർമുലയിലുള്ളതാണ്. പിന്നെ SRT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിൻ്റെ KVA ആണ്. അപ്പം നമുക്കിവിടെ ട്രാൻസ്ഫോമർ ഇവിടം വരെ എത്തി, നമ്മൾ F2-ൻ്റെ ഇവിടേക്ക് എത്തി. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി സൈഡിലുള്ള വോൾട്ടേജ് 433, അവിടെ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമറിൻ്റെ സൈസും 400 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇമ്പിഡൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ UKR എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമറിൻ്റെ പെർസെൻറ്റേജ് ഇമ്പിഡൻസ് ആണ്. ആ വാല്യൂ നമുക്ക് അതിൻ്റെ നെയിം പ്ലേറ്റിൽ നിന്ന് തന്നെ കിട്ടും. നോർമലി അത് 5% ആയിട്ട് എടുക്കാറുള്ളൂ. അതാണ് 5/100 എന്ന് പറഞ്ഞാൽ ആക്ച്വലി വന്നാൽ അതാണ് 5% ആണ്. അപ്പോൾ ഒന്നുകിൽ 5 എന്ന് പറയുക, അപ്പോൾ 100 അതിൽ വേണം. അല്ലെങ്കിൽ 5 ആ ഫോമിൽ 100 ഇടാതെ 0.05 എന്നോ എങ്ങനെ എടുക്കാം. സോ അതൊന്നും ശ്രദ്ധിക്കണം. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഇമ്പിഡൻസ് കിട്ടി. ഇനി നമ്മൾ RT, അത് നേരത്തെ പറഞ്ഞത് XT എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമർ റിയാക്റ്റൻസ്, RT എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമർ റെസിസ്റ്റൻസ്. അതിൻ്റെ ഫോർമുല തന്നിട്ടുണ്ട്. ട്രാൻസ്ഫോമർ റിയാക്റ്റൻസിൻ്റെ ഫോർമുല തന്നിട്ടുണ്ട്. അതേപോലെ ട്രാൻസ്ഫോമർ ഇമ്പിഡൻസിൻ്റെ ഫോർമുല നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, ZT എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡറി സൈഡിലേക്ക് എല്ലാം ഇവിടെയുള്ള ട്രാൻസ്ഫോമറിൻ്റെ ഇമ്പിഡൻസും റെസിസ്റ്റൻസും കണ്ടുപിടിക്കാൻ വേണ്ടി ആ ഫോർമുല നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ഇമ്പിഡൻസ് ഇവിടെ കിട്ടി. അതിൻ്റെ കാര്യങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലെ ട്രാൻസ്ഫോമറിൻ്റെ റെസിസ്റ്റൻസ് PKRT/3I²RT എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ PKRT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലോസാണ്, ഫുൾ ലോഡ് ലോസാണ് അതിൻ്റെ അത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതേപോലെ അതിൻ്റെ കറണ്ട്, നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ കറണ്ട് നമുക്ക് നെയിം പ്ലേറ്റിൽ നിന്നിട്ട് 400 kVക്ക് ഒരു ഫേസിൽ 533 ആംപിയറാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേറെ ഷോർട്ട് കട്ട് ഉണ്ട്. 400 × 1.33 ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടും. ഏകദേശം നമുക്ക് ആ കറക്റ്റ് കറണ്ട് തന്നെ കിട്ടും. 532 എന്നായിരിക്കും വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അവിടുത്തെ റെസിസ്റ്റൻസ് കിട്ടി. നമുക്ക് റിയാക്ഷൻസ് കണ്ടുപിടിക്കാം. ഇമ്പിഡൻസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. അപ്പോൾ റിയാക്ഷൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ X റിയാക്ഷൻസ് = ഇമ്പിഡൻസ് സ്ക്വയർ മൈനസ് റെസിസ്റ്റൻസ് സ്ക്വയർ ആണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ റിയാക്റ്റൻസും കണ്ടെത്തി. ഇനി നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ
സെക്കൻഡറി സൈഡിൽ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് അപ് ടു ഫാൾട്ടാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. അതായത് നമ്മൾ അതിൻ്റെ ഫിഗറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിവിടെ F2 എന്നുള്ളൊരു സ്ഥലത്ത് ഫാൾട്ട് സംഭവിച്ചു. അപ്പോൾ ഇതിൻ്റെ ഇവിടെ വരെയുള്ള ഇമ്പിഡൻസ് നമ്മൾ ഓൾറെഡി ഇങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ട്രാൻസ്ഫോമറിൻ്റെ ഇമ്പിഡൻസും കൂടി ഇതിലേക്ക് ആഡ് ഓൺ ആകും. അപ്പോൾ അതാണ് ഓരോ പാർട്ടായിട്ട്, അതായത് നേരത്തെ ഇവിടം വരെയുള്ള ഇമ്പിഡൻസ് ആയിരുന്നു നമ്മൾ നോക്കിയിരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ട്രാൻസ്ഫോമറും കൂടി വന്നപ്പോഴുള്ള ഒരു ഇമ്പിഡൻസ് കൂടി അതിൻ്റെ അകത്ത് ആഡ് ആവും. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ ബേസിക്കലി ചെയ്തേക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ ട്രാൻസ്ഫോമർ റെസിസ്റ്റൻസ് ഇമ്പിഡൻസിൻ്റെ കൂട്ടത്തിൽ നേരത്തെ സെക്കൻഡറി സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ഇമ്പിഡൻസും റെസിസ്റ്റൻസ് ഐ മീൻ ഇവിടെ RT എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രാൻസ്ഫോമർ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു ആ വൈൻഡിങ്സിൻ്റെയൊക്കെ. അതുകൂടാതെ നമ്മൾ നേരത്തെ കമ്പ്യൂട്ട് ചെയ്ത റെസിസ്റ്റൻസ് കൂടി ഇതിൻ്റെ അകത്തേക്ക് ആഡ് ഓൺ ആക്കുകയാണ്. അതായത് അത് സെക്കൻഡറി സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തൊരു റെസിസ്റ്റൻസാണ്. നമ്മൾ ഓരോ പാർട്ടും ഏറ്റവും അറ്റം മുതൽ ഇവിടം വരെയുള്ള റെസിസ്റ്റൻസാണ് കിട്ടിയേക്കുന്നത്. പ്ലസ് ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ്ങിൻ്റെയും കൂടി അതിൻ്റെ അകത്തേക്ക് ആഡ് ആവുക എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക. അങ്ങനെ അതിൻ്റെ റെസിസ്റ്റൻസ് ഇവിടെ കിട്ടി. ഇനി റിയാക്റ്റൻസും അതേപോലെ തന്നെ വൈൻഡിങ് വരെയുള്ളത് പ്ലസ് ട്രാൻസ്ഫോമറിൻ്റെ അതും കൂടി കൂട്ടുമ്പോൾ അതിൻ്റെ റിയാക്റ്റൻസും കിട്ടി. അപ്പോൾ അങ്ങനെ ഇമ്പിഡൻസ് നമുക്ക് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. 0.0246 ഓംസ് പറഞ്ഞ് കിട്ടി. ഇനി നമ്മൾ ഇനിഷ്യൽ ഷോർട്ട് സർക്യൂട്ട് കറണ്ടിൻ്റെ ഫോമുലയും പിന്നെ പീക്ക് ഷോർട്ട് സർക്യൂട്ട് കറണ്ടിൻ്റെ ഫോമുല നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇനിഷ്യൽ ഷോർട്ട് സർക്യൂട്ട് കറണ്ടിൻ്റെ ഫോമുല എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയാണ്. അപ്പോൾ I"K ആണ്. അത് അറ്റ് F2 എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് I"K F2 എന്ന് എഴുതിയത്. അപ്പോൾ നമ്മൾ C/UN/√3 ZK2 എന്ന് പറഞ്ഞാൽ എഴുതുന്നത്. അപ്പോൾ ZK2 നമ്മളിവിടെ കണ്ടുപിടിച്ചു 0.0246 എന്ന് കണ്ടുപിടിച്ചു. പിന്നെ C നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇത് അതിൻ്റെ വാല്യൂ എടുക്കുന്നത് ഇപ്പോൾ 1000 kV താഴെ ആയതുകൊണ്ട് 1.05 എടുക്കുന്നത്. കാരണം ഇവിടുത്തെ വോൾട്ടേജ് UN എന്ന് പറഞ്ഞാൽ 433 ഉള്ളൂ, സെക്കൻഡറി സൈഡാണ്. അപ്പോൾ അതിലുള്ള ഇത് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 10.67 kA എന്ന് പറഞ്ഞ് കിട്ടുന്നു. അതാണ് ഇനിഷ്യൽ ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. അപ്പോൾ ഇനിഷ്യൽ എന്തിനാണ് ഉപയോഗിക്കണേ, ഫൈനൽ എന്തിനാണ് ഉപയോഗിക്കണമെന്ന് ഞാൻ നേരത്തെ F1 കണ്ടുപിടിച്ചപ്പോഴും പറഞ്ഞു. ഇനി നമ്മൾ അടുത്തത് പീക്ക് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു C2 × ഈ നേരത്തെ കണ്ടുപിടിച്ച I"K F2 ചെയ്താൽ മതി. അതിൽ √2 നമുക്ക് കോൺസ്റ്റൻ്റ് ആണെന്നറിയാം. C2 മാത്രം നമ്മളിവിടെ കമ്പ്യൂട്ട് ചെയ്യേണ്ടി വരും. 1.09 × 0.98 e⁻³ RK2/XK2. അതായത് നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ. ഇത് നേരത്തെ ഫാൾട്ട് 1ൻ്റെ കേസിൽ RK1 XK1 ആയിരുന്നു. ഇവിടെ RK2 XK2 എന്നുള്ളൊരു വ്യത്യാസം വരുന്നു. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്കും 22.49 kA എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് നമ്മളിത് കമ്പയർ ചെയ്ത് പിടിക്കേണ്ടത്. ഫാൾട്ട് 1 വരുമ്പോൾ ഉള്ളതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് ഇതിൽ വരുന്നത്. കണ്ടു, ഇതിൽ സിയുടെ വാല്യൂ 1.1 ആയിരുന്നു, അവിടുത്തെ വോൾട്ടേജ് 11,000 ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചാൽ ഇത് കൺഫ്യൂഷൻ ഇല്ലാതെ പഠിക്കുക. അല്ലാതെ നമ്മൾ എല്ലാം കൂടി ഇത് കാണുമ്പോൾ കുറേ ഫോമുലകളും ഇതൊക്കെ ആയിട്ട് നമുക്ക് കൺഫ്യൂസിങ് ആകും. ഇത് കണക്ട് ചെയ്ത് പഠിച്ചാൽ വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. ഇപ്പോൾ ലാസ്റ്റ് വീഡിയോ പറഞ്ഞ പോലെ I"K എന്തിനാണ് യൂസ് ചെയ്യുന്നത്, കേബിളിൻ്റെ സൈസ്, ബ്രേക്കിംഗ് കപ്പാസിറ്റി, എർത്തിങ് ഡിസൈൻ, മെയിൻലി എർത്തിങ് ഡിസൈൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമ്മുടെ പീക്ക് ഷോർട്ട് സർക്യൂട്ട് കറണ്ടാണ്. മേക്കിംഗ് കപ്പാസിറ്റി, മേക്കിംഗ് ആൻഡ് ബ്രേക്കിംഗ് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓണാക്കുമ്പോൾ വരാൻ സാധ്യതയുള്ള മാക്സിമം കറണ്ട് ഉള്ള രീതിയിൽ ആലോചിക്കുക. ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഷോൾട്ട് വരുമ്പോൾ ബ്രേക്ക് ചെയ്യാനുള്ള ടൈം. ഈ കൂടുതൽ ഡൈനാമിക് എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ഓൺ ഓഫ് ആക്കുക, അങ്ങനെയുള്ള കേസുകളാണ് ഇവൻ്റെ കൂടുതൽ യൂസ് തന്നെ. ബസ് ബാറിൻ്റെ പ്രൊട്ടക്ഷൻ, അങ്ങനെയുള്ള കേസുകൾ, അതിലൊക്കെയും സഡനായിട്ടുള്ള ചേഞ്ചുകൾ തന്നെ നമ്മൾ ഓണാക്കുമ്പോഴത്തേക്ക്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ I"K കൺസിഡർ ചെയ്യും, IP കൺസിഡർ ചെയ്യും. മറ്റേ നോർമൽ കണ്ടീഷൻ ബ്രേക്കിംഗ് ഒക്കെ വരുത്താൻ വേണ്ടി അതുകൂടെ കേബിളിൻ്റെ കേസുകളിലൊക്കെ നമ്മൾ I"K നമ്മൾ നോക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ എന്നിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ടോ. F1 കണ്ടുപിടിച്ചു, ഏതൊക്കെയാണ് പീക്കും ഇനിഷ്യലൊന്നും കണ്ടുപിടിച്ചു. F2ൻ്റെ അതുപോലെ നമ്മൾ കണ്ടുപിടിച്ച് ഇങ്ങനെ എഴുതുന്നു. അപ്പോൾ നമ്മൾ അവിടുത്തെ ബ്രേക്കേഴ്സും കാര്യങ്ങളും സെലക്ട് ചെയ്യുമ്പോൾ ബ്രേക്കേഴ്സ് കേബിൾസ് എല്ലാം ഓരോ സെക്ഷനിൽ സെലക്ട് ചെയ്യുമ്പോഴും ഇത് നോക്കിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് F3 F4 അടുത്ത വീഡിയോയിലായിട്ട് പറയാം. ഇത് പല ബ്രേക്ക് ചെയ്ത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ എളുപ്പത്തിന് വേണ്ടിയാണ്.